അതായത് ഇത് ചെറുപ്പക്കാരനും ഇത് കുറച്ച് പ്രായമുണ്ട്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ടു ലൈറ്റ് യാർ. അപ്പോൾ ഇനിയുള്ള വ്ളോഗ്സ് എല്ലാം നമുക്ക് DJI മൈക്ക് മിനി വെച്ചിട്ടായിരിക്കും. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു അവർ ചാനൽ അവർ ഹാപ്പി ഫേസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തനിച്ചാണ്. ദിസ് ഈസ് എൻ അൺബോക്സിങ് വീഡിയോ. ആക്ച്വലി നമ്മുടെ ചാനൽ ഒരു അൺബോക്സിങ് ചാനലല്ല, അതായത് പുതിയ പുതിയ പ്രൊഡക്ട്സ് മേടിച്ച് അൺബോക്സ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ മെയിൻ കൺസേൺ. അതേപോലെ നമ്മളൊരു ടെക് റിലേറ്റഡ് ചാനലല്ല, കാരണം നമ്മൾ പുതിയ ടെക്നോളജീസ് മേടിച്ച് അത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യലല്ല നമ്മുടെ മെയിൻ കൺസേൺ. ഓക്കെ, ബട്ട് സ്റ്റിൽ നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചു, അത് നമ്മുടെ ഗാഡ്ജറ്റ് കളക്ഷനിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ നമ്മളതിൽ കുറേ പ്ലസ്സുകൾ കണ്ടതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കൺസേൺ കൂടിയാണ് ഈ ഒരു വീഡിയോയുടെ മെയിൻ ലക്ഷ്യം. കാരണം ഇത് നിങ്ങളുടെ പർച്ചേസിങ്ങിലും നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തേക്കാം. This is an unboxing video for DJI Mic Mini. So guys, this is DJI Mic Mini. We are going to unbox this product. Actually DJIനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, വൺ ഓഫ് ദി ബെസ്റ്റ് ലീഡിങ് ബ്രാൻഡാണ് നമ്മുടെ ഗാഡ്ജറ്റ്സ്, ഇത് മത്ലബ് ഈ ക്യാമറാസ്, ഡ്രോൺസ് എന്നീ ഐറ്റംസിൽ. അപ്പോൾ ഇത് അവരുടെ ഒരു മെയിൻ പ്രൊഡക്റ്റാണ്, മൈക്കാണ്. ആക്ച്വലി DJI 3 വെറൈറ്റി ഓഫ് മൈക്സ് ആണ് ഇറക്കിയിട്ടുള്ളത്. One, it is DJI mic, and the second one is DJI mic 2, and the latest one is DJI mic mini. ഓക്കെ, ഇത് മൂന്നിൻ്റേതായ ഡിഫറൻസ് ഉണ്ട്. ഏറ്റവും ഫസ്റ്റ് അവർ ഇറക്കിയതാണ് DJI മൈക്ക്. അതിൽ ആക്ച്വലി ചില കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ് DJI mic 2 വരുന്നത്. ആൻഡ് വെൻ യു ഗോ ഫോർ DJI mic mini, അത് ലേറ്റസ്റ്റ് ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് ദി അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ DJI mic 2ൻ്റെ അത്ര ഓപ്ഷൻസ് നമുക്ക് മിനിയിലില്ല, ബട്ട് മിനിക്ക് മിനിയുടേതായ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതായത് ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ പഠിച്ചതും ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ അറിഞ്ഞതുമായിട്ടുള്ള ഇൻഫോർമേഷൻസാണിത്. ഒത്തിരി വൈഡാണ്, ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻസ് അല്ല ഞാൻ തരുന്നത്, അതായത് ഐഡിയ അല്ല തരുന്നത്. ഒരു റഫായിട്ട് ആരെങ്കിലും നമ്മളിത് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു വീഡിയോ. സോ നമ്മൾ അവരുടെ ഈ 3 പ്രോഡക്ട്സ്, അതായത് മൈക്ക്, മൈക്ക് 2 ആൻഡ് DJI മൈക്ക് മിനി, ഈ ഒരു 3 പ്രോഡക്ട്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന മൂന്ന് പ്രോഡക്ട്സിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമുക്ക് DJI മൈക്കിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യാം. DJI മൈക്കിൻ്റെ ബാക്കപ്പ് ടൈം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 5 to 5.5 hours ഉള്ളൂ. DJI മൈക്ക്, അതായത് അവരുടെ ഫസ്റ്റത്തെ മൈക്കിന്. വെൻ ഇറ്റ് ഗോ ഫോർ DJI മൈക്ക് 2, ഇറ്റ് ഈസ് ഗോയിങ് ടു 6 hours ഓഫ് ബാക്കപ്പ്. അതായത് നമ്മുടെ ഒരു ഡിവൈസ് ഒരെണ്ണത്തിൽ 5.5 hours DJI മൈക്ക് 2ലേക്ക് പോകുമ്പോൾ അതൊരു 6 hours ആവുന്നു. വെൻ ഇറ്റ് ഗോ ഫോർ DJI മൈക്ക് മിനി, ഇറ്റ് ഈസ് ഗോയിങ് ടു മോർ ദാൻ 10 hours. 10 hours ആണ് അവരുടെ ബാക്കപ്പ് നമുക്ക് കിട്ടുന്നത്. ഓൾമോസ്റ്റ് 10 to 10.5 hours നമുക്ക് മൈക്ക് നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റും. ഈ DJI മൈക്കിന്, അതായത് ഫസ്റ്റത്തെ മൈക്കിന് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഈ കളക്ഷനിലേക്ക്, അതായത് എൻ്റെ ഉള്ളത് ഒരു ആക്ഷൻ 4ഉം അതേപോലെ ഒരു ഓസ്മോയാണ്, പോക്കറ്റ് 3ഉമാണ്. അപ്പോൾ ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായി കണക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് മൈക്ക് 2 മുതലേ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് DJI മൈക്കിനെ കംപ്ലീറ്റ്ലി എൻ്റെ ലിസ്റ്റിൽ നിന്ന് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. ഇതാണ് ഞാൻ DJI മൈക്കിനെ ഇതിൻ്റെ ലിസ്റ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്ത്. ദെൻ വി ഗോ ഫോർ DJI മൈക്ക് 2. മെയിൻ കൺസേൺ ടു അവോയ്ഡ് DJI മൈക്ക് 2 ഈസ് ദി ഹൈ പ്രൈസ്. മിനിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മൈക്ക് 2ന് കമ്പാരിറ്റീവ്ലി ഹൈ പ്രൈസാണ്. ബട്ട് അത് ഹൈ പ്രൈസ് ആവുന്നതിന് അതിൻ്റേതായ കുറേ കാരണങ്ങളുണ്ട്. നമ്മൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു ഡിവൈസ് DJI മൈക്ക് 2 ഉണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് DJI മൈക്ക് 2 ആണ്, അതെൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് അതൊരു ട്രാൻസ്മിറ്റർ ഈസ് ഇനഫ്, മച്ച് മോർ ഇനഫ് ഫോർ മീ. ദെൻ ദി നെക്സ്റ്റ് വൺ ആഡ് ചെയ്യുമ്പോൾ, കാരണം ഞാൻ എൻ്റെ വൈഫും കൂടിയാണ് വ്ളോഗ്സ് ചെയ്യുന്നത്, അപ്പോൾ എന്തായാലും ഐ നീഡ് ടു ഗെറ്റ് 2 മൈക്സ്. സോ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇത്ര ഹൈ ഫീച്ചർ ഉള്ള ഒരു മൈക്കിൻ്റെ ആവശ്യമില്ല. അത് വെച്ച് നോക്കിയപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് DJI മൈക്ക് മിനിയിലേക്ക് പോവാം. കമ്പാരിറ്റീവ്ലി ഇതിൽ നമുക്ക് എക്സ്ട്രാ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വോയിസ് ക്ലാരിറ്റി കമ്പയറിങ് ടു മിനി, ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഹയർ. ഐ എം നോട്ട് എ പ്രൊഫഷണൽ ടു എക്സ്പ്ലെയിൻ ദ തിങ്സ് മച്ച് മോർ ഡീറ്റെയിൽ, ബട്ട് സ്റ്റിൽ ഒരു നോർമൽ വ്ളോഗറിന് വേണ്ടതെല്ലാം മിനി കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് ഈ ഒരു ചെറിയ കമ്പാരിസണിൽ തന്നെ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നേരെ മിനിയിലേക്ക് പിന്നെ പോകാൻ.
ഞാൻ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആക്കുന്നില്ല. ലെറ്റ് us അൺബോക്സ് ദി പ്രൊഡക്റ്റ്. അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ച്, അതായത് മൈക്ക് മിനിയെക്കുറിച്ച്, DJI മൈക്ക് മിനിയെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ പ്രൊഡക്റ്റ് ബോക്സിന് പുറത്തേക്ക് എടുക്കും. വാവ്, ഇറ്റ്സ് നൈസ്. പാക്കിംഗ് ഇറ്റ്സെൽഫ് ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ നല്ലൊരു പ്രീമിയം പാക്കിംഗ് ആണ്. നമുക്ക് ഇതിൻ്റെ കവറായാലും കാര്യങ്ങളായാലും ഇറ്റ്സ് സംതിങ് സൂപ്പർ. നമ്മൾ കവറിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. വാവ് വാവ് വാവ്. Oh my god. See, പ്രൊഡക്റ്റ് കണ്ടോ, നമ്മളിതൊന്ന് എടുത്തു. ഇതിൻ്റെ ഒരു കവർ തന്നെ ഒരു സംതിങ് സ്പെഷ്യലാണ് കേട്ടോ. സൂപ്പറായിട്ടുള്ളൊരു പൗച്ചിലാണ് ഇത് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതിലൂടെ ഒരു DJI ഒരു ബാഡ്ജിങ് ഉണ്ട്. ഒരു നൈസ് ടൈപ്പ് ഓഫ് ബാഡ്ജിങ്. ഇറ്റ്സ് എ സ്മോൾ ആൻഡ് ക്യൂട്ട് പേഴ്സിലാണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത്. സി, ഇതിൻ്റെ സൈസ് ഇപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഓക്കെ, സോ ഇവിടെ ഒരു ഹോൾഡ് ഉണ്ട്, ഇതിനൊരു പോർഷൻ, അതിന് ശേഷം ഒരു സിം. സൗണ്ട്സ് ഗുഡ്. ക്വാളിറ്റി സിബാണ്. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പോലെ തന്നെ ഈവൻ അതിൻ്റെ പാക്കേജിങ്ങിലും അവർ അത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്കിന്ന് 1 by 1 പ്രൊഡക്ട്സ് പുറത്തേക്ക് എടുക്കാം. തുറന്ന വശം ഞാൻ ആദ്യം കാണുന്നത് സ്ക്രീൻ. അതായത് നമ്മൾ അവർ കാണാറില്ലേ ഒരു മുടി പോലത്തെ സാധനം, അതായത് ഒരു തൊപ്പി വയ്ക്കുന്ന പോലത്തെ. മൈക്കയ്ക്ക് നമ്മൾ തൊപ്പി ഫിക്സ് ചെയ്യുന്നു, വിഗ്, മൈക്കയുടെ വിഗ്, അങ്ങനെ തന്നെ. This is the first one. This is the second one. അതായത് ഇത് ചെറുപ്പക്കാരനും ഇത് കുറച്ച് പ്രായമായിരുന്നു. അങ്ങനെ 2 ടൈപ്പാണ് നമുക്കിതിൻ്റെ വിൻസ്ക്രീനുള്ളത്. അതായത് ആക്ച്വലി ദിസ് ഫോർ ഹെവി വിൻഡിന് അവർ യൂസ് ചെയ്യാൻ പറയുന്നതാണ് ഈ ഒരു വൈറ്റും ബ്ലാക്കും മിക്സ് ആയിട്ടുള്ളത്. നോർമൽ വെതറിൽ നോർമൽ വിൻഡിന് യൂസ് ചെയ്യാനായിട്ടുള്ളത് ബ്ലാക്ക്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം ഇറ്റ്സ് എ കേബിൾസ് ആണിത്. കേബിളിൻ്റെ പാക്ക് വിത്ത് 2 വെറൈറ്റി ഓഫ് കേബിൾസ്. സോ ദിസ് ഈസ് ഫോർ ദി ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. ക്യാമറ ഓഡിയോ കേബിൾ ഉണ്ട്. Wow, it's also with the DJI ബാഡ്ജിങ് ഉണ്ട് കേട്ടോ. ഇതിലും ക്യാമറയുടെ കേബിളിൻ്റെ ഈ 2 എൻഡിലായിട്ട് ഒരെണ്ണം ഈ സൈഡിലും ഒരെണ്ണം ഇപ്പുറത്തും DJIയുടെ ബാഡ്ജിങ് ഉണ്ട് ഈ കേബിളിന്. പിന്നെ നെക്സ്റ്റ് ഇറ്റ് ഈസ് കമ്മിങ് വിത്ത് ദ സെയിം USB-C ടൈപ്പും USB ടൈപ്പും ആയിട്ടുള്ള കേബിൾ. അതായത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ചാർജിങ് പർപ്പസിനുള്ളതാണ്. ബട്ട് ഐ എം സ്റ്റിൽ തിങ്കിങ് ദാറ്റ് നവഡേയ്സ് C ചാർജറാണ് നമ്മളെല്ലാവരുടെയും യൂസ് ചെയ്യുന്നത്. 2 എൻഡും C ആണ് വരുന്നത്. ഇതിൻ്റെ ഓസ്മോ പോക്കറ്റ് 3ക്ക് കേബിൾ വരുന്നത് 2 സൈഡും വരുന്നത് C തന്നെയാണ്. ബട്ട് ഇതിൽ ഒരു സൈഡ് C ചാർജറും ഒരു സൈഡിൽ നോർമൽ USB ആണ് വരുന്നത്. സോ ഐ ഡോണ്ട് നോ വൈ ദേ ഡു ലൈക്ക് ദിസ്, ബട്ട് സ്റ്റിൽ നമ്മുടെ കയ്യിൽ 2 ഡിവൈസിൻ്റെ കേബിൾ ഉള്ളത് കൊണ്ട് വി ക്യാൻ യൂസ് ദാറ്റ്. സി, ഇതുമേ ബാഡ്ജിങ് ഇല്ല. ഓക്കെ, ഇതുമേ യാതൊരു ബാഡ്ജിങ് ഇല്ല. ബട്ട് ദിസ് ഓഡിയോ കേബിളിമേ ബാഡ്ജിങ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ മെയിൻ കഥാപാത്രം. ഇത് വന്നിരിക്കുന്നു. ഇത് നൈസ് ഒരു ബോക്സിലാണ് വരുന്നത്. അതായത് ചാർജിങ് കേസിൻ്റെ ഉള്ളിലാണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത്. സോ വി ആർ ഗോയിങ് ടു ഓപ്പൺ ദിസ് കേസ് നൗ. വാവ്, ഓ മൈ ഗോഡ്, ഇത് സ്റ്റാൻഡേർഡ് അവർ ഇതിന്മേ തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, നോക്ക്, ഇതിന്മേ തന്നെ DJIയുടെ ഒരു ബാഡ്ജിങ്. ദിസ് ഈസ് നൈസ്. ഇത് സൂപ്പറായി. ഇത് ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ ഇതിന് കാണിച്ചിട്ടുണ്ട് ഈ ബോക്സിന്. ഇവിടെ തന്നെ ഒരു DJIയുടെ ബാഡ്ജിങ് ഉണ്ട്. താഴെ 2 ടൈപ്പ് ഓഫ് ഗ്രിപ്സ് കൊടുത്തിട്ടുണ്ട് അവർ, റബ്ബർ ഗ്രിപ്സ്. അതും ഒരു ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെയാണ് ആ സ്വിച്ച്, ഇവിടെ സ്റ്റിക്കർ ഇരിക്കുന്നുണ്ട്. നമ്മളിത് പീൽ ഓഫ് ചെയ്യാൻ പോവാണ്. നമ്മളിത് റിമൂവ് ചെയ്തു. ദെൻ വി ആർ പ്രസ്സിംഗ് ദിസ് ഓപ്പൺ ആയി. ഇതിൻ്റെ ടോപ്പ് ഓപ്പൺ ആക്കിയപ്പോൾ ഇതിൽ ലൈറ്റ്സ് എല്ലാം ബ്ലിങ്ക് ചെയ്തു. സോ ഇറ്റ്സ് ആക്ടിവേറ്റഡ് നൗ. സി, ആൻഡ് ദർ ഇസ് 1 2 3 4 ചാർജിൻ്റെ ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഇതിൽ ചാർജ് ബേസിക് ഉള്ളതെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ കാണുന്ന 2 ട്രാൻസ്മിറ്റേഴ്സ്, ഒരു റിസീവർ, പിന്നെ ഇതിന് ഒരു അഡാപ്റ്റർ ടു കണക്ട് C. അതായത് നമ്മുടെ ഫോണും കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്ററും കൂടി ഇതിലുണ്ട്. ഓക്കെ,
So let us, oh my god, it's too light here. ഇത് വെയിറ്റ് ഇല്ല, അതായത് ആക്ച്വലി ഇതിൻ്റെ ഈ മാഗ്നറ്റിൻ്റെ വെയിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ലെറ്റ് മീ റിമൂവ്. സി, ഇവിടെ മാഗ്നറ്റ് വരുന്നുണ്ട്. ഇത് റിമൂവ് ചെയ്ത് ദിസ് ഈസ് എ ജസ്റ്റ് 10 gram. 10 gram ഇതിൻ്റെ വെയിറ്റ് വരുന്നത്, ജസ്റ്റ് 10 gram. ഇറ്റ്സ് ലൈറ്റ് സി, തീരെ വെയിറ്റ് ഇല്ല. അതായത് ഈ മാഗ്നറ്റും കൂടി ഇത് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ഈ മാഗ്നറ്റിൻ്റെ ഒരു നോർമൽ വെയിറ്റ് ഉണ്ടാവില്ല, നമുക്കറിയാം. ദാറ്റ്സ് ഇറ്റ്. സി ദ ക്ലിക്ക് സൗണ്ട്, ഇറ്റ്സ് നൈസ്. ഇത് കൂളാണ് കേട്ടോ, നല്ലൊരു ലുക്ക് വൈസ് ആയാലും ഇതിൻ്റെ ഒരു ഫിനിഷിങ് ആയാലും ഇറ്റ്സ് നൈസ്. സോ നമ്മൾ ട്രാൻസ്മിറ്റർ എടുത്ത് കഴിയുമ്പോൾ ഇതേനെ ഇവിടെ 2 സ്വിച്ചാണ് വരുന്നത്. ഒരെണ്ണം പെയർ ചെയ്യാനുള്ളതും ഒരെണ്ണം ഓൺ ആക്കാനുള്ളതും. ട്രാൻസ്മിറ്റർ ഓൺ ആക്കാനുള്ളതും ഒരെണ്ണം പെയർ ചെയ്യാനുള്ളതാണുള്ളത്. പിന്നെ ഈ 2 സൈഡിലായിട്ട് LED ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു സൈഡ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നെക്സ്റ്റ് സൈഡ് ഓഫാണ്. പിന്നെ ഇവിടെ നോർമൽ മൈക്കിൻ്റെ അതായിട്ടുള്ള ഒരു ഓപ്പണിങ്ങും കാര്യങ്ങളും ഇറ്റ്സ് എ ക്ലിപ്പ് ടൈപ്പ്. നമുക്കൊരു ക്ലിപ്പ് ടൈപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമുക്കിത് കാണണ്ടാത്ത രീതിയിൽ വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിതൊരു മാഗ്നറ്റിക് ടൈപ്പായിട്ട് നമുക്കിത് ഉള്ളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത് മാഗ്നറ്റ് മാത്രം പുറത്ത്. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് മൈക്ക് 2, ജസ്റ്റ് മാഗ്നറ്റ് മാത്രമാണ് പുറത്ത് കാണുള്ളൂ. മൈക്ക് ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്, ഷർട്ടിൻ്റെ ഉള്ളിൽ. അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടും വെക്കാൻ പറ്റും. ഇറ്റ്സ് അപ് ടു യു ഗൈസ്. സോ ദിസ് ഈസ് റിയലി നൈസ് എയർ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഞാൻ വിചാരിച്ചേക്കാളും ലൈറ്റ്. കാരണം ഞാൻ കമ്പയർ ചെയ്യുന്നത് എപ്പോഴും മൈക്ക് 2 ആയിട്ടാണ്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഓൾറെഡി മൈക്ക് 2 ആണുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനായിട്ടാണ് ഈ ഒരു മൈക്ക് മിനിയെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ കമ്പയറിങ് വിത്ത് മൈക്ക് 2, ദിസ് ഈസ് റിയലി ലൈറ്റ്. ദിസ് ഈസ് നൈസ്. ഇതുമൂല നമുക്കൊരു നൈസ് ഒരു ബാഡ്ജിങ് കാണാം. DJI ഒരു സ്റ്റാൻഡേർഡ് പ്രീമിയം ടൈപ്പ് ഓഫ് ബാഡ്ജിങ് തന്നെയാണ് ഇത്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ ദി DJI റിസീവർ. അതായത് DJIയുടെ എക്കോസിസ്റ്റം അല്ലാതെ നമ്മളിതിൽ എന്തെങ്കിലും സെക്കൻഡ് പാർട്ടി ആയിട്ട് കണക്ട് ചെയ്തിട്ട്, അതായത് നമ്മളിപ്പോൾ ഡയറക്റ്റ് ഫോണിലേക്ക് കണക്ട് ചെയ്യുക, അങ്ങനെയാണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുക, അതിനൊക്കെ അങ്ങനത്തെ പർപ്പസിനൊക്കെയാണ് ഇത് കൂടുതൽ യൂസ്ഫുൾ ആവുകയെന്ന് തോന്നുന്നു. ഓക്കെ, ഗോട്ട്. അതായത് നമ്മുടെ ഒരു DJI എക്കോസിസ്റ്റത്തിലേക്ക് ഡയറക്റ്റ് കണക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവരിത് ബിൽട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു ആക്ഷൻ 5, ആക്ഷൻ 4 ആൻഡ് ഓസ്മോ പോക്കറ്റ് 3, ഇതിലേക്കെല്ലാം നമുക്ക് ഈ ഒരു റിസീവറിൻ്റെ ആവശ്യം ഇല്ല. നോ നീഡ് ഓഫ് ദിസ് റിസീവർ. ഈ റിസീവർ ഇല്ലാതെ തന്നെ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇത് ഡയറക്റ്റ്ലി നമ്മുടെ ആ ഒരു ഡിവൈസായിട്ട് പെയർ ആയിക്കൊള്ളും. ഓക്കെ, ബട്ട് ഇത് നമ്മുടെ DJIയുടെ എക്കോസിസ്റ്റത്തിൽ അല്ലാതെ വരും. ഇപ്പോൾ നമ്മുടെ ഈ ആപ്പിളെല്ലാം കണ്ടിട്ടില്ലേ, ആപ്പിളിൻ്റെ ഓരോ പ്രൊഡക്ട്സും എല്ലാം റിലേറ്റഡ് ആണ്. ആപ്പിൾ വാച്ച്, ആപ്പിൾ ഫോണ്, മാക് ബുക്ക്, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ഈസി. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് കൺസെപ്റ്റ് തന്നെയാണ് DJIയും യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് അവരുടെ ഒരു ഫുൾ എക്കോസിസ്റ്റം, അവരുടെ മൈക്ക്, അവരുടെ ഡ്രോണ്, അവരുടെ ക്യാമറാസ്, ഇതെല്ലാം കണക്ട് ചെയ്യാനായിട്ട് ഈസിയാണ്. അപ്പോൾ നമ്മുടെ സെയിം DJIയുടെ ഈ പറഞ്ഞ 3 പ്രൊഡക്ട്സ് മുതലാണ് ഇത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുന്നത്. ആക്ഷൻ 4, ആക്ഷൻ 5 ആൻഡ് പോക്കറ്റ് 3. ഓക്കെ, അതിലേക്കാണ് ഡയറക്റ്റ് കണക്റ്റ് ആവുക. അതല്ലാത്ത ഡിവൈസുകളിലേക്കെല്ലാം നമുക്ക് ഈ ഒരു റിസീവറിൻ്റെ ആവശ്യം വരും. സോ നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കണ്ടു, ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തന്നു. ഇതിൽ ഞാൻ എൻ്റെ വോയിസ് ക്വാളിറ്റീനെ കുറിച്ചൊന്നും പറഞ്ഞത്, കാരണം അതിനെക്കുറിച്ച് ഒത്തിരി വീഡിയോസ് ഉണ്ട്. ജസ്റ്റ് ഞാൻ കണ്ട കുറച്ച് പ്ലസ് ആൻഡ് മൈനസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞു, മെയിനായിട്ട് ഞാൻ പറഞ്ഞാൽ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിന് ഓൾമോസ്റ്റ് ഇതിൻ്റെ 10 gram ഇതിനകത്ത് വെയിറ്റ് വരുന്നത്. അതായത് ഈ ഡിവൈസിന്, ഈ ഒരു ട്രാൻസ്മിറ്ററിന് മാത്രം. ഓക്കെ, ഈ ഒരു ഫുൾ ചാർജിങ് കേസായിട്ടല്ല, ഇതിൻ്റെ ട്രാൻസ്മിറ്റർ മാത്രം ഇതിന് എക്സാക്ട്ലി വരുന്നത് 10 gram. പിന്നെ അതേപോലെ നമ്മൾ കാണുന്നൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓൾമോസ്റ്റ് 48 hours നമുക്കിതിന് ബാക്കപ്പ് ചാർജിങ് കിട്ടുന്നുണ്ട്. അത് വലിയൊരു പ്ലസ് തന്നെയാണ്. ഇതിൻ്റെ ഈ കേസ് അടക്കം ചാർജ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 48 hours നമുക്കിതിൻ്റെ ബാക്കപ്പ് ചാർജ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന് ഇൻബിൽട്ട് തന്നെ ഇതിൻ്റെ സൗണ്ട്, വോയിസിൻ്റേതായ പല കറക്ഷൻസും ഇത് ഇൻബിൽട്ടായിട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്ത് ഇക്വലൈസ് ചെയ്തിട്ടാണ് തരുന്നത്. അത് നമുക്ക് വലിയ സ്റ്റുഡിയോ വർക്കോ, അതായത് നമ്മൾക്ക് എഡിറ്റിംഗ് പർപ്പസിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച്, വോയിസിനെ കുറിച്ചിട്ടോ അതിനെക്കുറിച്ച് നമ്മൾ യാതൊരു ബോധേഡോ ആവേണ്ട. ജസ്റ്റ് പ്ലഗ് ഇൻ, യൂസ് ഇറ്റ് ആൻഡ് യു ജസ്റ്റ് എഡിറ്റ് ഇറ്റ് ആൻഡ് അപ്ലോഡ്. എഡിറ്റിങ്ങിൽ നമ്മൾ വോയിസ് എഡിറ്റിങ്ങിനെ കുറിച്ച് ഒത്തിരി ബോധേഡ് ആവേണ്ട ഒരു കാര്യമില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. സോ ഒത്തിരി ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ, ഞാൻ ആദ്യം പറഞ്ഞു ഞാനൊരു ടെക്കി അല്ല. ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാനിത് എന്തുകൊണ്ട് മേടിച്ചു എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഞാനിത് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് മെയിനായിട്ടൊരു ഡിഫറൻസ്, അതായത് ഒരു നെഗറ്റീവ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മൈക്ക് 2 ആണെങ്കിൽ, DJI മൈക്ക് 2 ആണെങ്കിൽ എനിക്കിതിൽ
വോയിസ് സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല. ഇതിൽ ആ ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നു, അതുമായിട്ട് ഡിവൈസുമായിട്ട് പെയറായിട്ട് യൂസ് ആവുന്നു. ബട്ട് ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് 2 എനിക്ക് സെപ്പറേറ്റ് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോ റെക്കോർഡിങ്, വോയിസ് മാത്രം റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു പ്ലസ് ആണ്. പിന്നെ അതേപോലെ സെക്കൻഡ് ഉള്ളത് ഞാൻ പറഞ്ഞു ലാവലിയർ മൈക്സ്, അതായത് ആ ഒരു കേബിൾ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന മൈക്സ്, അതായത് നമ്മളിവിടെ ഫിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു മൈക്സ്. ആ സച്ച് ടൈപ്പ് ഓഫ് മൈക്സ് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ മൈക്ക് മിനി 2 ആ ഓപ്ഷൻ ഇല്ല, മിനിയിൽ ഓപ്ഷൻ ഇല്ല. ഓക്കെ, മൈക്ക് 2 മാത്രമാണ് ആ ഒരു ഓപ്ഷൻ. 2 1 ഉണ്ട്. ഓക്കെ, അത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഇതിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ മിനിയിൽ വരുന്നില്ല. ബട്ട് സ്റ്റിൽ അത് എൻ്റെ പർപ്പസിന് അത് യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു ഡിവൈസ് ഉള്ളത് കൊണ്ട് ഇറ്റ്സ് ഫൈൻ. അല്ല നിങ്ങളിത് യൂസ് ചെയ്യാനായിട്ട് മേടിക്കാന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് സച്ച് ടൈപ്പ് ഓഫ് മൈക്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എങ്കിൽ മാത്രം. കാരണം പ്രൈസ് നോക്കുമ്പോൾ ഇതിൻ്റെ ഡബിൾ പ്രൈസിലേക്കാണ് നമ്മളത് പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളതിലേക്ക് പോവാം. അല്ലെങ്കിൽ ഐ തിങ്ക് ദിസ് വിൽ ബി ബെസ്റ്റ് ഫോർ. സോ ഗായ്സ്, ഇനി ഒത്തിരി നീട്ടുന്നില്ല, നമ്മുടെ വീഡിയോ ഇതോടുകൂടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിയുള്ള വ്ളോഗ്സ് എല്ലാം നമുക്ക് DJI മൈക്ക് മിനി വെച്ചിട്ടായിരിക്കും ഞങ്ങൾ രണ്ടാളും വരിക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വോയിസ് ക്ലാരിറ്റിയും അതിൻ്റെ കൂടുതൽ പെർഫെക്ഷൻസും നിങ്ങൾക്ക് മനസ്സിലാവും. ആഫ്റ്റർ എ സെർട്ടൈൻ ടൈം പീരീഡ് കഴിയുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചുള്ളൊരു സെക്കൻഡ് റിവ്യൂയും കൂടി ഇടാം. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ആഫ്റ്റർ യൂസിങ് experience I will be sharing. Okay, so guys, let's wind up. Bye bye.